തൃശൂർ ചാവക്കാട് ഇടിമിന്നലേറ്റ് വീടിന്റെ ചുമര് തകർന്നു വീണ് 3 പേർക്ക് പരിക്ക്. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ഐനിപ്പുള്ളി മനോജിന്റെ വീട്ടിലാണ് മിന്നലേറ്റത്. ഇടിമിന്നലേറ്റ് തകർന്ന ചുമര് ഉറങ്ങിക്കിടക്കുന്നവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. സംസ്ഥാനത്ത് വേനൽ മഴ തുടരുന്നു. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. മഴ എത്തിയതോടെ KSEBയും ആശ്വാസത്തിലാണ്. വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതോടെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നില്ലെന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. ജെയ്സൺ ചാമവളപ്പിലും സുനിഷ അയലൂരും ചേരുന്നു തത്സമയം. ആദ്യം ജെയ്സൺ ചാമവളപ്പിലേക്ക്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ജെയ്സൺ, ചൂട് കാരണം കിടന്നുറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അതിന് വേനൽ മഴ വന്നപ്പോൾ ആശ്വാസമായി. പക്ഷേ ടെൻഷനായി മാറുന്നത് ഇടിമിന്നലാണ്. കിടന്നുറങ്ങുന്ന ആൾക്കാരുടെ ദേഹത്തേക്കൊക്കെ ഈ മിന്നൽ വന്ന് വീണ് ഭിത്തിയൊക്കെ ഇടിഞ്ഞു വീണു എന്ന് കേട്ടു. എപ്പോഴായിരുന്നു സംഭവം ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ വേനലായാലും മഴയായാലും മനുഷ്യനെ പൊറുതിമുട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് പുലർച്ചെ 3:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശക്തമായ ഇടിമിന്നൽ വീടിന് മുകളിൽ പതിക്കുന്നു, ചുമര് തകരുന്നു. ആ തകർന്നു വീണ ചുമർ അവിടെ മുറിക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്ന 3 പേരുടെയും ദേഹത്തേക്കാണ് വീണത്. അവരെ അപ്പൊ തന്നെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മനോജ്, ഭാര്യ സ്മൃതി, മകൾ ധ്വനി എന്നീ 3 പേർക്കും പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഇടിമിന്നൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ട്. അതിന് ജാഗ്രത പുലർത്തണമെന്നതാണ് പ്രധാനമായും ഉള്ള ഒരു കാര്യം. പക്ഷേ വീടിന്റെ ഒരു ഭാഗം കാര്യമായി തകർന്നിട്ടുണ്ട് അരുൺകുമാർ. ഓക്കെ, ഇടിമിന്നലേറ്റാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്. വീടിന്റെ ചുമരൊക്കെ തകരുമോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ട്. വലിയ ഇടിമിന്നലാണെങ്കിൽ അതൊക്കെ സംഭവിക്കും.